സ്കീസോഫ്രീനിയ എന്ന ആ വാക്കിന്റെ തന്നെ അർത്ഥം വരുന്നത് ഇമോഷണൽ അലൂഫ്നെസ് ഓർ സോളിറ്ററി ഹാബിറ്റ്സ്. അവരെപ്പോഴും ഇമോഷണലി അലൂഫ് ആയിരിക്കും, ഒറ്റപ്പെട്ടുകൊണ്ടായിരിക്കും, ഒറ്റപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതലും ചെയ്യും. റിയാലിറ്റിയും അൺറിയാലിറ്റിയും തമ്മിൽ അവർക്ക് ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാവില്ല. അവർ വിചാരിക്കുന്ന ഫാന്റസി വേൾഡ് ഫിക്സ്ഡ് ഫോൾസ് ബിലീഫ്സ്, അവർ തെറ്റായ പല ധാരണകളും അത് റിയൽ ആണെന്ന് വിചാരിച്ച് ജീവിക്കുകയാണ്. ഇത് മേജർ സൈക്കോസിസിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ്. ഇതിൽ പേഷ്യന്റിന് ഐ ടു ഐ കോൺടാക്ട് കുറവായിരിക്കും. ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടേതായ ഇന്റർപ്രിട്ടേഷൻസ് ആണ് അവർ കൊണ്ടുവരിക. അവരുടേതായ ഒരു തിങ്കിങ് പ്രോസസ്, ഫാന്റസി വേൾഡ്, അത് വേറൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ടീനേജുകളിൽ നിന്നും ഇതിന്റെ ടെൻഡൻസി കണ്ടു തുടങ്ങും. അതായത് ഒരു ആൺകുട്ടികൾ 17 മുതൽ 20 വയസ്സ് വരെയും പെൺകുട്ടികൾ 17 മുതൽ 30 വയസ്സ് വരെയും ഇത് കാണപ്പെടുന്നുണ്ട്. പല തരത്തിലുള്ള ഇമോഷൻസിലാണ്, വൈകാരികമായിട്ട് ഇവരെ പലതരത്തിൽ ബാധിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് പറഞ്ഞാൽ, ഒന്ന് തോട്ട് എക്കോ, അതായത് അവനവന്റെ ചിന്തകള് തന്നെ നമുക്ക് തന്നെ കേൾക്കുക. പിന്നെ തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്, അതായത് അവനവന്റെ ചിന്തകൾ ബാക്കിയുള്ളവർ കേൾക്കുമോ എന്നുള്ള തോന്നൽ. പിന്നെ ഒന്ന് തോട്ട് ഇൻസേർഷൻ ഓർ തോട്ട് വിഡ്രോവൽ, അവനവന്റെ ചിന്തകൾ ശരിയാണോ എന്നുള്ള തോന്നൽ. സ്കീസോഫ്രീനിയ നമുക്ക് മാനേജബിൾ എന്ന് പറയുന്ന കണ്ടീഷന്റെ താഴെ വരുന്നുള്ളൂ. ആൻഡ് ഇതിൽ യൂഷ്വലി തെറാപ്പീസ് എടുക്കുന്നത് ടോക്ക് തെറാപ്പീസ് ആണ്, കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ഡ്രഗ് അഡിക്ഷനോ അങ്ങനത്തെ വല്ല കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യുക.